ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഫെറോമീറ്റേഴ്സ് ആണ്. ഇൻ്റർഫെറോമീറ്റേഴ്സ് ആർ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്ലാറ്റ്നസ് ആൻഡ് ഡിറ്റർമൈനിങ് ദ ലെങ്ത് ഓഫ് സ്ലിപ്പ് ഗേജസ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഇൻ്റർഫെറോമീറ്റേഴ്സ് മെയിനായിട്ടും രണ്ട് പർപ്പസിന് വേണ്ടിയാണ്. ഒന്ന്, ഫ്ലാറ്റ്നസ് ചെക്ക് ചെയ്യുക, ഒരു സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സെക്കൻഡ് വൺ, ടു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് സ്ലിപ്പ് ഗേജസ്. And they are based upon the interference principle and employ wavelength of light as they are measuring units. Okay, നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻ്റർഫെറോമീറ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്? NBL ഫ്ലാറ്റ്നസ് ഇൻ്റർഫെറോമീറ്റർ, പിറ്റർ NBL ഗേജ് ഇൻ്റർഫെറോമീറ്റർ ആൻഡ് ലേസർ ഇൻ്റർഫെറോമീറ്റർ. ലേസർ ഇൻ്റർഫെറോമീറ്റർ ഓൾറെഡി മോഡ്യൂൾ 4 അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ മെയിനായിട്ടും നോക്കുക NBL ഫ്ലാറ്റ്നസ്സും അതുപോലെ പിറ്റർ NBL ഗേജ് ഇൻ്റർഫെറോമീറ്റേഴ്സും ആയിരിക്കും. Then first one, NBL flatness interferometers. This interferometer was designed and developed by the National Physical Laboratory of the United Kingdom. അപ്പോൾ അതുകൊണ്ടാണ് അതിന് NPL എന്ന് വരാൻ കാരണം. The flatness of any surface is judged by comparing with an optically flat surface, which is generally the base plate of the instrument. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു സർഫസ് ബേസ് പ്ലേറ്റിന് മുകളിലായിട്ട് വെക്കുന്നു. ദെൻ ലൈറ്റ് റേസ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ കടന്ന് ബേസ് പ്ലേറ്റിലും അതോടൊപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആ ഒരു വർക്ക് പീസ് അതിൻ്റെ സർഫസിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ കിട്ടുന്നു. ഈ ഫ്രിഞ്ച് ഫോർമേഷൻ വെച്ചുകൊണ്ട് ബേസ് പ്ലേറ്റിൻ്റെ ഫ്രിഞ്ചും അതോടൊപ്പം തന്നെ വർക്ക് പീസ് സർഫസിൻ്റെ ഫ്രിഞ്ചും കമ്പയർ ചെയ്തുകൊണ്ട് സർഫസ് എത്രത്തോളം ഫ്ലാറ്റ് ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഫ്ലാറ്റ്നസ് ഓഫ് എനി സർഫസ് ഈസ് ജഡ്ജ്ഡ് ബൈ കമ്പയറിംഗ് വിത്ത് ആൻ ഒപ്റ്റിക്കലി ഫ്ലാറ്റ് സർഫസ് വിച്ച് ഈസ് ജനറലി ദ ബേസ് പ്ലേറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ ബേസ് പ്ലേറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സർഫസും ഇത് രണ്ടിൻ്റെയും ഫ്രിഞ്ചുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് വെദർ ദ സർഫസ് ഈസ് ഫ്ലാറ്റ് ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാകും, ദെൻ ഒരു കണ്ടൻസിങ് ലെൻസ് ഉണ്ടാകും, ഒരു ഗ്രീൻ ഫിൽറ്റർ ഉണ്ടാകും, പിൻ ഹോൾ ഉണ്ടാകും, ദെൻ ഒരു ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടർ ഉണ്ടാകും, ദെൻ കൊളിമേറ്റിംഗ് ലെൻസ്, ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, ദെൻ വർക്ക് പീസ് ആൻഡ് ബേസ് പ്ലേറ്റ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് കണ്ടൻസിങ് ലെൻസിലൂടെ കടന്നു പോകുന്നു. കണ്ടൻസിങ് ലെൻസ് എന്ത് ചെയ്യുന്നു? ആ ലൈറ്റിനെ പിൻ ഹോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കണ്ടൻസിങ് ലെൻസിനും പിൻ ഹോളിനും ഇടയ്ക്ക് ഒരു ഗ്രീൻ ഫിൽറ്റർ ഉണ്ട്. നമുക്കറിയാം എന്തിനാണ് ഗ്രീൻ ഫിൽറ്റർ. ഗ്രീൻ കളർ ഒഴിച്ച് ബാക്കി എല്ലാ വേവ് ലെൻസും റിമൂവ് ചെയ്യുന്നു. ഗ്രീൻ വേവ് ലെന്ത് മാത്രം കടത്തിവിടുന്നു. ദെൻ പിൻ ഹോളിൽ കൂടെ കിടന്ന് ആ ലൈറ്റ് ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടറിലൂടെ കടന്ന് കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കിടക്കുന്നു. കൊളിമേറ്റിംഗ് ലെൻസ് എന്ത് ചെയ്യുന്നു? ആ ലൈറ്റിനെ പാരലൽ റേസ് ആക്കി മാറ്റിയിട്ട് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ കടത്തി വിടുന്നു. അത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലൂടെ വർക്ക് പീസിലും ബേസ് പ്ലേറ്റിലും വന്ന് വീഴുന്നു. ദെൻ അതിന് ശേഷം ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് തിരിച്ച് ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടറിൽ വന്ന് 90 ഡിഗ്രി ടേൺ ചെയ്ത് നമുക്കത് വിസിബിൾ ആകുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ദ ലൈറ്റ് ഫ്രം എ മെർക്കുറി വേപ്പർ ലാമ്പ് is condensed and passed through a green filter resulting in a green monochromatic light source. അപ്പോൾ ലൈറ്റ് സോഴ്സ് അത് കണ്ടൻസിങ് ലെൻസിൽ കൂടെ കടന്നു പോകുന്നു, ഫിൽറ്ററിൽ കൂടെ കടന്നു വന്ന് ഒരു ഗ്രീൻ മൊണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. The light will now pass through a pinhole giving an intense point source of monochromatic light. അപ്പോൾ പിൻഹോൾ എന്താ ചെയ്യുന്നത്? ഒരു പിൻഹോളിൽ കൂടെ കടന്നു വരുമ്പോൾ അതൊരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. എ സോഴ്സ് ഓഫ് മൊണോക്രോമാറ്റിക് ലൈറ്റ് ആയിട്ടായിരിക്കും പിൻഹോൾ ആക്ട് ചെയ്യുക.
മീൻസ് ഇതൊരു ലൈറ്റ് സോഴ്സ് ആണ്, പക്ഷേ പിൻഹോളായിരിക്കും മൊണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ലൈറ്റ് സോഴ്സായി ആക്ട് ചെയ്യുക. The pinhole is positioned such that it is in the focal plane of a collimating lens. അപ്പോൾ കൊളിമേറ്റിംഗ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനായിട്ടായിരിക്കും പിൻഹോള് നമ്മൾ പ്ലേസ് ചെയ്യുക. Therefore, the collimating lens projects a parallel beam of light onto the face of the gauge to be tested via an optical flat. This result in the formation of interference fringes. അപ്പോൾ ഈ പിൻഹോളിൽ നിന്ന് വരുന്ന മൊണോക്രോമാറ്റിക് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വഴി വർക്ക് പീസിലും അതുപോലെ തന്നെ ബേസ് പ്ലേറ്റിലും വന്ന് വീഴുന്നു. ദെൻ അവിടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഐയിലെത്തുന്നു. നമുക്ക് വിസിബിൾ ആകുന്നത് ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ ആയിരിക്കും. The light beam which carries an image of the fringes is reflected back and directed by 90-degree using a glass plate reflector. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ വർക്കിംഗ് നമുക്കറിയാം. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ അതിൻ്റെ ബേസിൽ തട്ടി കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്നും ബേസ് പ്ലേറ്റിൻ്റെ ഇതാണ് ബേസ് പ്ലേറ്റിൻ്റെ സർഫസിൽ നിന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇൻ്റർഫെയർ ചെയ്ത് നമുക്ക് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നു. ആ ഫ്രിഞ്ചസ് ആണ് ഈ ഗ്ലാസ് പ്ലേറ്റ് റിഫ്ലക്ടർ 90-degree റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഐയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദ ലൈറ്റ് ബീം വിച്ച് ക്യാരീസ് ആൻ ഇമേജ് ഓഫ് ദ ഫ്രിഞ്ചസ്. ആ ഫ്രിഞ്ചസിൻ്റെ ഒരു ഇമേജാണ് ഈ ലൈറ്റ് ബീം ദെൻ ക്യാരി ചെയ്ത് ഈ റിഫ്ലക്ടറിൽ കൂടെ കടന്ന് 90-degree ടേൺ ചെയ്ത് കണ്ണിലേക്ക് എത്തുക. സോ ദ ലൈറ്റ് ബീം വിച്ച് ക്യാരീസ് ആൻ ഇമേജ് ഓഫ് ദ ഫ്രിഞ്ചസ് ഈസ് റിഫ്ലക്റ്റഡ് back and directed by 90-degree using a glass plate reflector. Then the entire optical system is enclosed in a metal or fiberglass body. Then അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഫ്രിഞ്ചസ് അവൈലബിൾ ആകും, ഫ്രിഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദെൻ ഈ ഫ്രിഞ്ചസ് വെച്ചുകൊണ്ടാണ് നമ്മൾ സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then fringe formation. Figure illustrate the fringe pattern that is typically observed on the gauge surface as well as the base plate. ഈ കാണുന്നതാണ് ഫ്രിഞ്ച് ഫോർമേഷൻ. അതായത് ബേസ് പ്ലേറ്റിൻ്റെ സർഫസും അതുപോലെ തന്നെ വർക്ക് പീസിൻ്റെ ആ സർഫസും പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണെങ്കിൽ, അതായത് ഇതാണ് ബേസ് പ്ലേറ്റ്, ഇതാണ് അതിന് മുകളിൽ വെക്കുന്ന വർക്ക് പീസ്. ഈ വർക്ക് പീസിൻ്റെ ഈ ഒരു സർഫസും അതുപോലെ ബേസ് പ്ലേറ്റിൻ്റെ സർഫസും വർക്ക് പീസിൻ്റെ ഈ ടോപ്പും ഇതെല്ലാം പാരലലാണ് എങ്കിൽ ഇറ്റ് മീൻസ് എന്തായിരിക്കും, നമ്മുടെ വർക്ക് പീസ് ഫ്ലാറ്റ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ഈ വർക്ക് പീസിൻ്റെ സർഫസും വർക്ക് പീസിൻ്റെ ഈ ഒരു സർഫസും അതുപോലെ തന്നെ ബേസ് പ്ലേറ്റിൻ്റെ ഈ സർഫസും എല്ലാം പാരലലാവുന്നത്. അങ്ങനെ പാരലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ച് ഇത്തരത്തിലൊരു ഫ്രിഞ്ച് ഫോർമേഷൻ ആയിരിക്കും കിട്ടുക. മീൻസ് ഈക്വൽ ഫ്രിഞ്ചസ് ഓൺ പാരലൽ സർഫസസ്. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും തരത്തിലൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, മീൻസ് സർഫസ് ഫ്ലാറ്റ് അല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് ബേസ് പ്ലേറ്റ് എങ്കിൽ വർക്ക് പീസ് സർഫസ് ഇൻക്ലൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സർഫസ് ഫ്ലാറ്റ് അല്ലാതാകാം അല്ലെങ്കിൽ ഈ ഒരു സർഫസ് ഫ്ലാറ്റ് അല്ലാതാകാം. എനിവേ അങ്ങനെ അത്തരത്തിലൊരു എറർ ഉണ്ട് എങ്കിൽ എന്താകും, ഇത്തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അൺഈക്വൽ ഫ്രിഞ്ചസ് ഡ്യൂ ടു ഫ്ലാറ്റ്നെസ് എറർ. കാരണം ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് വർക്ക് പീസിനെ സംബന്ധിച്ചും ബേസ് പ്ലേറ്റിനെ സംബന്ധിച്ചും കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള പിച്ചിന് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സർഫസ് ഫ്ലാറ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ കിട്ടും. മറിച്ച് സർഫസ് ഫ്ലാറ്റ് അല്ലാത്തൊരവസ്ഥ വന്നാൽ, മീൻസ് സർഫസ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടോ എല്ലാം വരികയാണെങ്കിൽ അവിടെ വർക്ക് പീസും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ആംഗിൾ മാറും. അങ്ങനെ മാറുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അൺഈവൻ ആയിട്ടുള്ള ഫ്രിഞ്ചസ് ഉണ്ടാകാനുള്ള കാരണം. In figure A, the fringes are parallel and equal in number on the two surfaces.
Obviously, the two surfaces are parallel, which means that the gauge surface is perfectly flat. Gauge surface അല്ലെങ്കിൽ വർക്ക് പീസ് സർഫസ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് വർക്ക് പീസ് ആണെങ്കിൽ വർക്ക് പീസ്, അതല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഒരു സ്ലിപ്പ് ഗേജ് ആണെങ്കിൽ സ്ലിപ്പ് ഗേജ്. എനിവേ, സ്ലിപ്പ് ഗേജ് ഓർ വർക്ക് പീസ് അതിൻ്റെ സർഫസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫ്രിഞ്ചസ് ആർ പാരലൽ ആൻഡ് ഈക്വൽ ഇൻ നമ്പർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ടു സർഫസസ് ആർ പാരലൽ. ഓക്കെ, ഇനി ഇൻ ഫിഗർ ബി, ഇതാണ് ഫിഗർ ബി. The number of fringes is unequal, and since the base plate surface is ensured to be perfectly flat, the workpiece surface has a flatness error. ഇത്തരത്തിലൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫ്രിഞ്ച് ഫോർമേഷൻ ഉണ്ടായാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഫ്ലാറ്റ്നെസ് എറർ ഉണ്ട് എന്നുള്ളത്. Due to flatness error, the optical flat makes, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, due to flatness error, the optical flat makes unequal angles with the workpiece and the base plate, resulting in an unequal number of fringes. അപ്പോൾ ഇത്തരത്തിലൊരു ഫ്രിഞ്ച് ഫോർമേഷന് കാരണം എന്താണ്? unequal angles with the workpiece and the base plate with respect to the optical flat. Then ഇതുപോലെ ഡിഫറെൻറ്റ് ഫ്രിഞ്ച് ഫോർമേഷനാണ് ഈ കാണുന്നത്. ഫിഗർ 1, 2, 3, 4, 5 നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇഫ് ദ ഗേജ് ഫേസ് ഈസ് ഫ്ലാറ്റ് ആൻഡ് പാരലൽ ടു ദ ബേസ് പ്ലേറ്റ്, then the optical flat being equally inclined on both the surface, the fringe pattern from both the gauge face and the base plate will consist of straight, parallel and equally spaced fringes. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ അതേ ഫിഗറിൽ പറഞ്ഞ കാര്യം തന്നെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു 3 ഫിഗറും കൂടെ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രം. അപ്പോൾ നമ്മുടെ ബേസ് പ്ലേറ്റും അതുപോലെ ഗേജ് സർഫസ് അല്ലെങ്കിൽ വർക്ക് പീസ് സർഫസും പെർഫെക്റ്റ്ലി പാരലാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇമേജ്, നമ്മൾ നേരത്തെ കണ്ട ഇത്തരത്തിലുള്ള ഒരു ഇമേജ് കിട്ടും. മീൻസ് വർക്ക് പീസ് മൂലമുള്ള ഫ്രിഞ്ചുകളുടെ പിച്ചും അതുപോലെ തന്നെ ബേസ് പ്ലേറ്റ് മൂലമുള്ള ഫ്രിഞ്ചുകളുടെ പിച്ചും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പിച്ച് എന്ന് പറയുന്നത് രണ്ട് കേസിലും ഈക്വൽ ആയിരിക്കും. ദെൻ വെൻ ദ ഗേജ് ഈസ് ഫ്ലാറ്റ്, ഗേജ് ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പീസ് ഫ്ലാറ്റ് ആണ്, ബട്ട് നോട്ട് പാരലൽ ടു ദ ബേസ് പ്ലേറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ വർക്ക് പീസ് ഫ്ലാറ്റ് ആണ്, പക്ഷേ നോട്ട് പാരലൽ ടു ദ ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റുമായിട്ട് പാരലൽ അല്ല എങ്കിൽ അങ്ങനെയെങ്കിൽ എങ്ങനെ സംഭവിക്കും? ബേസ് പ്ലേറ്റും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ആംഗിളും വർക്ക് പീസും അല്ലെങ്കിൽ ഗേജ് ഫേസും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ആംഗിളും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ രണ്ട് ഫ്രിഞ്ചിൻ്റെയും പിച്ചുകൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. When the gauge is flat but not parallel to the base plate, then straight and parallel fringes of different pitch above the gauge face as compared with those of the base plate. അപ്പോൾ അതാണ് ഈ സെക്കൻഡ് ഫിഗർ കാണിക്കുന്നത്. അവിടെയും വർക്ക് പീസിന് സർഫസ് ഫ്ലാറ്റാണ്, പക്ഷേ നോട്ട് പാരലൽ ടു ദ ബേസ് പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് പീസും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ഇൻക്ലിനേഷനും അതുപോലെ തന്നെ ബേസ് പ്ലേറ്റും ഒപ്റ്റിക്കൽ ഫ്ലാറ്റും തമ്മിലുള്ള ഇൻക്ലിനേഷനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് പ്ലേറ്റ് മൂലം ഉണ്ടാകുന്ന ഫ്രിഞ്ചസും അതുപോലെ തന്നെ വർക്ക് പീസ് മൂലം ഉണ്ടാകുന്ന ഫ്രിഞ്ചസും അത് തമ്മിലുള്ള പിച്ച് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ തേർഡ് വൺ, ഇൻ കേസ് ടേപ്പർ ഈസ് പ്രസൻറ്റ്, then the surface of the gauge is inclined to the base plate. Then ഇത്തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. In case taper is present in some other direction, that is surface of the gauge or workpiece is inclined to the base plate at some other angle, then the fringe pattern will be as shown in figure 3. Then when the gauge surface is convex or concave, then the fringe pattern will be as figure 4. അത് ഓൾറെഡി നമുക്കറിയാം. Then figure 5.
slight rounding off at the corners of an otherwise generally flat and parallel surfaces will give a fringe pattern as shown in figure 5. Okay, then next interferometerയിലേക്ക് നമ്മൾ പോവുകയാണ്. പിറ്റർ NBL ഗേജ് ഇൻ്റർഫെറോമീറ്റർ. അപ്പോൾ നേരത്തെ NBL ഇൻ്റർഫെറോമീറ്ററിൽ നമ്മൾ മെയിനായിട്ടും ഒരു സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ദെൻ ഇവിടുത്തെ ഈ ഒരു ഇൻ്റർഫെറോമീറ്ററിൻ്റെ മെയിൻ യൂസ് എന്താ? ടു ഡിറ്റർമൈൻ ആക്ച്വൽ ലെങ്ത്സ് ഓഫ് സ്ലിപ്പ് ഗേജസ്. സ്ലിപ്പ് ഗേജിൻ്റെ ആക്ച്വൽ ലെങ്ത് എത്രയാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, കണ്ടൻസിങ് ലെൻസ് ഉണ്ട്, ഇലുമിനേറ്റിംഗ് അപ്പർച്ചർ ഉണ്ട്, കൊളിമേറ്റിംഗ് ലെൻസ് ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രസ്സും ഉണ്ട്, ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, then slip gauge, then base plate and a reflecting prism, and here is an eyepiece. അല്ലെങ്കിൽ നമ്മുടെ കണ്ണ്, നേരത്തെ നമ്മൾ കാണിച്ച ഡയഗ്രത്തിൽ വരച്ച ആ ഒരു കണ്ണ് അതിവിടെ ഉണ്ടാകും. ദെൻ എങ്ങനെയാണ് ഇത് വർക്കിംഗ്? ലൈറ്റ് ഫ്രം എ മോണോക്രോമാറ്റിക് സോഴ്സ്. ഹിയർ വി യൂസ് കാഡ്മിയം ലാമ്പ് is condensed by a condensing lens and focused onto an illuminating aperture. ഇപ്പോൾ ഇവിടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ടൻസിങ് ലെൻസിൽ കൂടെ കടന്നു വന്ന് കണ്ടൻസിങ് ലെൻസ് എന്താ ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നു, ഒരു പോയിന്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നു. ഹിയർ കണ്ടൻസ് ലെൻസ് ഫോക്കസ് ദ ലൈറ്റ് ഇൻറ്റു ദ ഇലുമിനേറ്റിംഗ് അപ്പർച്ചർ. അപ്പോൾ ഈ ഇലുമിനേറ്റിംഗ് അപ്പർച്ചറിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നു. ഈ ഇലുമിനേറ്റിംഗ് അപ്പർച്ചറിൽ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ടാകും. ആ സ്ലിറ്റ് ആയിരിക്കും ഒരു മോണോക്രോമാറ്റിക് സൈസ് ലൈറ്റിനെ കടത്തിവിടുക. ദെൻ ദിസ് പ്രൊവൈഡ്സ് എ കോൺസെൻട്രേറ്റഡ് ലൈറ്റ് സോഴ്സ് അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് കൊളിമേറ്റിംഗ് ലെൻസ്. അപ്പോൾ ഇങ്ങനെ കണ്ടൻസർ ലെൻത്ത് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കൊളിമേറ്റിംഗ് ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ട അതേ അറേഞ്ച്മെൻറ്റ്. This provides a concentrated light source at the focal point of a collimating lens. Thus, a parallel beam of light falls on a constant deviating prism. Then, ഇവിടെ നിന്ന് ലൈറ്റ് കൊളിമേറ്റിംഗ് ലെൻസിലൂടെ കടന്നു പോകുന്നു. കൊളിമേറ്റിംഗ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? ലൈറ്റിനെ പാരലൽ ബീം ആക്കിക്കൊണ്ട് അത് എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നു? കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രിസത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഈ കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രിസം എന്താ ചെയ്യുന്നത്? ദിസ് പ്രിസം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്പ്ലിറ്റ്സ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻ ടു ലൈറ്റ് റേസ് ഓഫ് ഡിഫറൻറ്റ് വേവ് ലെങ്ത്സ് ആൻഡ് ഹെൻസ് ഡിഫറൻറ്റ് കളേഴ്സ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രിസം എന്താ ചെയ്യുന്നത്? അത് ഇൻസിഡൻറ്റ് ലൈറ്റിനെ ഡിഫറൻറ്റ് വേവ് ലെങ്തുകളാക്കി, ഡിഫറൻറ്റ് കളേഴ്സുള്ള വേവ് ലെങ്തുകളാക്കി മാറ്റുന്നു. The user can select a desired color by varying the angle of the reflecting faces of the prism related to the plane of the base plate. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രിസം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളർ മാത്രം കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രിസത്തിൽ കൂടെ പുറത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. Then the prism turns the light by 90 degree. ഇപ്പോൾ ഈ പ്രിസം അതോടൊപ്പം തന്നെ എന്താ ചെയ്യുന്നത്? 90 ഡിഗ്രി ലൈറ്റിനെ ടേൺ ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യും. ആൻഡ് ഡയറക്ട്സ് ഇറ്റ് ഓൺ ടു ദ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ദെൻ ഈ ലൈറ്റിനെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ കടത്തി വിടുന്നു. അത് ദെൻ സ്ലിപ്പ് ഗേജിലും ബേസ് പ്ലേറ്റിലും വന്ന് വീഴുന്നു. The optical flat can be positioned at a desired angle by means of a simple arrangement. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും. The slip gauge that is to be checked is kept right below the optical flat on top of the highly flat surface of the base plate. അപ്പോൾ ഈ നമുക്ക് ഹൈറ്റ് ചെക്ക് ചെയ്യേണ്ട സ്ലിപ്പ് ഗേജ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിന് താഴെയായിട്ട് ബേസ് പ്ലേറ്റിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്യുന്നു. The lower portion of the optical flat is coated with a film of aluminum which transmit and reflects equal proportion of the incident light. നമുക്ക് ഓൾറെഡി അറിയാം, ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ വന്ന് വീഴുന്ന ലൈറ്റിൽ ഒരു പോർഷൻ ബോട്ടത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ഒരു പോർഷൻ അതിലേക്കൂടെ കടന്നു വന്ന്
താഴെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് താഴെ ഏതൊക്കെ സർഫസ് ആണോ ഉള്ളത് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇനി ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം 3 സർഫസസ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് അതിൻ്റെ ബോട്ടം സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജിൻ്റെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബേസ് പ്ലേറ്റ് സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ 3 സ്ഥലത്തു നിന്നായിരിക്കും ഈ ലൈറ്റ് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നേരത്തെയുള്ള NPLലും സംഭവിക്കുന്നത്. Then the light is reflected from 3 surfaces, namely the surface of the optical flat, the upper surface of the slip gauge, and the surface of the base plate. Okay, then light rays reflected from all the 3 surfaces pass through the optical system again. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എഗെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കാണുന്ന കോൺസ്റ്റന്റ് ഡീവിയേറ്റിംഗ് പ്രസത്തിലൂടെ കടന്ന് കോളിമേറ്റീവ് ലെൻസിൽ കൂടെ പോയി നേരെ വന്ന് ഈ റിഫ്ലക്റ്റിംഗ് പ്രസത്തിൽ കൂടെ വരുന്നു. ഈ റിഫ്ലക്റ്റിംഗ് പ്രസം എന്താ ചെയ്യുന്നത്? ഈ റിഫ്ലക്റ്റിംഗ് പ്രസത്തിലേക്ക് വരുന്ന ലൈറ്റ് വേവിനെ 90 ഡിഗ്രി ടേൺ ചെയ്ത് ഐയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഐയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അതായത് റിട്ടേൺ ചെയ്തു പോകുന്ന ഈ ലൈറ്റ് വേവും ഒരു ചെറിയ ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. The light rays reflected from all the 3 surfaces pass through the optical system again. However, the axis is slightly deviated due to the inclination of the optical flat. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവിടെ നിന്നാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് കോൺസ്റ്റന്റ് ഡീവിയേറ്റിംഗ് പ്രസത്തിലേക്ക് പോയത്. പക്ഷേ തിരിച്ചു വരുന്ന ലൈറ്റ് അതിൻ്റെ ആക്സിസ് കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് അത് കുറച്ചുകൂടെ മാറി ഈ കാണുന്ന റിഫ്ലക്റ്റിംഗ് പ്രസത്തിലേക്കായിരിക്കും വന്ന് വീഴുന്നത്. റിഫ്ലക്റ്റിംഗ് പ്രസത്തിൽ നിന്നായിരിക്കും 90 ഡിഗ്രി ടേൺ ചെയ്ത് ഐയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഡീവിയേഷൻ ഉണ്ടാകാൻ കാരണം എന്താ? ഡ്യൂ ടു ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. Then this slightly shifted light is captured by the reflecting prism and turned by 90 degree so that the fringe pattern can be observed and recorded by the user through the eyepiece. Then ആ റിഫ്ലക്റ്റിംഗ് പ്രൊസസ്സിനടിയിലായിട്ട് ഐപീസ് ഉണ്ട്. ഐപീസിൽ കൂടെ നമുക്ക് ഫ്രിഞ്ച് പാറ്റേൺ ഒബ്സർവ് ചെയ്യാം. ഇനി ഇതാണ് ഫ്രിഞ്ച് പാറ്റേൺ. ഈ ഫ്രിഞ്ച് പാറ്റേൺ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ ഇതാണ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റിലെ ഫ്രിഞ്ചും ആ ഫ്രിഞ്ചുകളെ പിച്ചുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്ലിപ്പ് ഗേജ്. സ്ലിപ്പ് ഗേജിൻ്റെ സർഫസ് അവിടെ ഉണ്ടായ ഫ്രിഞ്ചാണ് ഈ കാണുന്നത്. ദെൻ എയും ബിയും. എ എന്താണ്? ബി എന്ന് പറയുന്നത് ഈ സ്ലിപ്പ് ഗേജിലെ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള പിച്ചാണ്. ബി എന്ന് പറയുന്നത് ഈ സർഫസ് പ്ലേറ്റിലെ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള പിച്ചാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡിഫറൻസ്, അതായത് ഈ കാണുന്ന സ്ലിപ്പ് ഗേജിലെ ഫ്രിഞ്ചും അതുപോലെ തന്നെ ബേസ് പ്ലേറ്റിലെ ഫ്രിഞ്ചും തമ്മിലുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ്, അതാണ് എ. Then superimposition of the fringes corresponding to the upper surface of the slip gauge upon those corresponding to the surface of the base plate is shown in figure. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താ? സൂപ്പറിമ്പോസിഷനാണ്. അതായത് 2 ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സൂപ്പറിമ്പോസിഷൻ. 2 ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫ്രിഞ്ച് എന്ന് പറയുന്നത് ശരിയല്ല. ബേസ് പ്ലേറ്റ് ഫ്രിഞ്ചും അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജിൻ്റെ സർഫസിൽ നിന്നുള്ള ഫ്രിഞ്ചും തമ്മിൽ സൂപ്പറിമ്പോസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ 2 സെറ്റ്സ് ഓഫ് ഫ്രിഞ്ചസ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ ആൻ എമൗണ്ട് എ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അപ്പോൾ ഈ 2 സർഫസ്, അതായത് ബേസ് പ്ലേറ്റും അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജും, അതിൻ്റെ 2 ഫ്രിഞ്ചുകളും തമ്മിലുള്ള ഗ്യാപ്പ്, അതാണ് സ്മോൾ എ. ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. 2 sets of fringes are displaced by an amount A. Then the value of A varies depending upon the color of the incident light. Then the displacement A is expressed as a fraction of the fringe spacing B. ഇതാണ് B എന്ന് പറയുന്ന ഫ്രിഞ്ച് സ്പേസിങ്, അതായത് ബേസ് പ്ലേറ്റിൻ്റെ ഫ്രിഞ്ച് സ്പേസിങ്. Then F is equal to A by B. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കും? ഹൈറ്റ് ഓഫ് ദ സ്ലിപ്പ് ഗേജ് H ഈക്വൽ ടു N λ/2 പ്ലസ്
A by B into lambda by 2. Here n is the number of fringes on the slip gauge surface. Lambda is the wavelength of light. A by B is the observed fraction. The fraction readings are obtained for all the three colors of cadmium, namely red, green, violet. അപ്പോൾ കാഡ്മിയത്തിൽ നിന്ന് റെഡും ഗ്രീനും വയലറ്റും വരാം. അതിൽ ഏത് കളർ വേണം എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രസം ടിൽറ്റ് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. For each of the wavelength, fractions A and A divided by B are recorded. Using these fractions, a series of expressions are obtained for the height of the slip gauge. These expressions are combined to get a general expression for gauge height. Okay, അപ്പോൾ അതാണ് പീറ്റർ NBL ഇൻ്റർഫെറോമീറ്റർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ NBL ഇൻ്റർഫെറോമീറ്ററുമായിട്ടുള്ള വർക്കിംഗ് സെയിം തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഡീവിയേറ്റിംഗ് പ്രസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഇവിടെ നമ്മൾ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുകയല്ല, മറിച്ച് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർഫെറോമീറ്റർ. ദെൻ നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫെറോമീറ്റർ ആണ് ലേസർ ഇൻ്റർഫെറോമീറ്റേഴ്സ്. അപ്പോൾ ലേസർ ഇൻ്റർഫെറോമീറ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് അത് മോഡ്യൂൾ 4 വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. ലേസർ ഇൻ്റർഫെറോമീറ്ററിൽ ഇതേ ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. അവിടെ നമ്മൾ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഒരു ഇൻ്റർഫെറോമീറ്ററാണ് ലേസർ ഇൻ്റർഫെറോമീറ്റർ. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവാർഡ്സ് മോഡ്യൂൾ 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം.